മാഗി എങ്ങനെ രുചി കൂട്ടാം. ഓരോ സ്ഥലത്തും ഓരോവിടെയും വ്യത്യസ്തമായിട്ടാണ് മാഗി ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഇന്നിവിടെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മാഗി. ഞാൻ മാഗിയുടെ ഇവിടെ 2 ബാഗ് എടുത്തിട്ടുണ്ട്. മുട്ട, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, ചെറിയുള്ളി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഒലിവ് ഓയിൽ, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. ഫസ്റ്റ് നമുക്ക് ഇത് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. 4 തട്ട് മാഗിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് ചെയ്യാൻ പോണത്. നോക്കോളൂ. നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് നന്നായി തിളക്കട്ടെ. നമ്മുടെ വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. ചെറിയുള്ളിന്റെ നീരാണ് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് 1 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിന് ഇത്തിരി വേവ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി മാഗി ഇട്ട് കൊടുക്കാം. 4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇതൊന്നൊന്ന് കുത്തി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അതൊന്ന് അലിഞ്ഞു വരാൻ, വെള്ളത്തിലൊക്കെ ഒന്ന് പിടിക്കണല്ലോ. മാഗി മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. 1 പാക്കറ്റ് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്ക് പച്ചക്കറി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ 3 പാക്കറ്റ് ഉണ്ട്. നമുക്ക് 3 പാക്കറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല ഒക്കെ ഒന്ന് പിടിക്കാം. നല്ല ഇളക്കി മസാലക്ക് എല്ലാവിടെയും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പൊ ബാബു, നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ അടിപൊളി നൂഡിൽസ്. അതിന്റെ മുന്നേ ഒരു സാധനം ചെയ്യാനുണ്ട്. ഡെക്കറേഷൻ ഒക്കെ ഉണ്ടല്ലേ? മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എഗ് ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലേ? ഇങ്ങനെ സ്ക്വയർ ആയിട്ട്, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെതറിയിട്ട് ഇത്രയും മല്ലിയിലയും തൂവി കൊടുക്കും. മല്ലിയിലയും കൂടി അങ്ങോട്ട് തൂക്കിയാ തൂവി കൊടുക്കുക. അടിപൊളി. ഇനി സ്പൂണ് തരാം, ഒന്ന് കഴിച്ചു നോക്കൂ. ഈ സ്പൂണും പ്ലേറ്റും കൊണ്ട് എടുക്കുക. എല്ലാം കഴിഞ്ഞു. ഇനി കഴിക്കല് മാത്രമേ ഉള്ളൂ. പുഷ്പമ്മ ഇതിപ്പോ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊരു പ്രത്യേകം അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാൾ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ പുഷ്പമ്മന്റെ കൈപ്പൊടികൾ കൊണ്ട് ശരിയാക്കിയിട്ടുണ്ട്. കാണുമ്പോ തന്നെ അറിയുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ നമുക്കൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. പുഷ്പമ്മ കുറച്ചങ്ങോട്ട് തള്ളുക. ഒന്ന് എടുക്കുക. ഞാൻ എടുക്കുക. അടിപൊളിതാ മുൻപാലം പോലെ കിടക്കണം. അങ്ങനെ എടുത്തിട്ടേ വാ, അടിപൊളി. സൂപ്പറായിട്ട് പറഞ്ഞാൽ സൂപ്പറായിട്ട്. പ്രത്യേകം എന്താണെന്നറിയോ, നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് അങ്ങോട്ട് ചേർന്നപ്പോ അടിപൊളി. കഴിക്കാൻ നല്ല കറുമുറു കഴിക്കാനും ചായ്ക്കാനൊക്കെ സൂപ്പറായിട്ടുണ്ട്. നമ്മള് പലരും ഉണ്ടാക്കുമ്പോൾ അതിൽ കിട്ടുന്ന മസാല മാത്രം കൊണ്ട് ഇട്ടുകൊണ്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു മാഗിയാണ് തയ്യാറാക്കാറ്. പക്ഷെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കുറെ ആഡ് ചെയ്ത് പുഷ്പമ്മന്റെ പൊടിക്കൈയൊക്കെ ആഡ് ചെയ്യണ പോലെയൊക്കെ ആഡ് ചെയ്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഗംഭീര ടേസ്റ്റ് കിട്ടും. സൂപ്പറായിട്ട് പറഞ്ഞാൽ സൂപ്പറായിട്ട്. പുഷ്പമ്മ ഏതാവത് സൊല്ലുങ്കോ? അത് നന്നായിട്ടുണ്ട്. എങ്ങനെ തന്നെ അല്ല പറയാ, കുട്ടികൾക്കോ നമ്മൾക്കിപ്പോ സ്കൂളിലേക്ക് കൊണ്ടുപോവാണെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുത്തയച്ചുവിടാ. അപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോവാണ്, നമുക്ക് വേഗം ഇത് ഉണ്ടാക്കിയിട്ട് ആക്കി ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇതില്ലാത്ത വീടുകൾ ഏതും ഉണ്ടാവില്ല. വെജിറ്റബിൾസ് കഴിക്കാത്ത ആളുകൾക്കെല്ലാം കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇതിന്റെ ഇടയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് അല്ലേ മാഗി. വെജിറ്റബിൾസ് ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അടിപൊളിയായി കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും സന്തോഷവും. അപ്പൊ എല്ലാവർക്കും അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ പാടി കിച്ചന്റെ ബൈ.